തുറന്ന് എവിടെയെങ്കിലും ഇറങ്ങിപ്പോള്ള പ്ലാനാണോ? അച്ചാച്ചിയുടെ മാങ്ങ ഉപ്പിലിട്ട് വെച്ചേക്കുന്നത്. ഇങ്ങനെ 2-3 ബക്കറ്റ് ഉപ്പിട്ടിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിത് കറിയാക്കാൻ പോവാം. അല്ല കറി, അതായത് മാങ്ങ കറിയല്ല, അച്ചാറിടാൻ പോവാം. പക്ഷെ അല്ല, അത് മതി. നല്ല അച്ചാറാണ് അച്ചാച്ചി ഇടുന്നത്. സൂപ്പർ അച്ചാറാണ്. ഇച്ചിരി കായമുണ്ട്, ഉലുവാപ്പൊടിയുണ്ട്, കടുകെണ്ണയുണ്ട്, എള്ളെണ്ണയുണ്ട്, ഇച്ചിരി കടുകെണ്ണയുണ്ട്. ഒലിവ് ഓയിൽ ഇതിന് അച്ചാറിൽ പിണങ്ങിയിരിക്കുകയാണ് എല്ലാവരോടും. പിണക്കം മാറ്റാൻ വേണ്ടി ദേവ് പോവാണേ. അല്ലെ ദേവുവിനെ എപ്പോഴും ഇട്ട് വാരുന്നതാ. ദേവ് പ്രതികാരം വീട്ടാൻ പോവാ. പൂട്ടി, പേടിച്ച് പൂട്ടി. അയ്യേ, പിണക്കാന്ന് വിളിയടി. അത് നീ ചിലപ്പോൾ അടി, അത് നീ മേടിക്കാനാ. എപ്പോഴേലും തുറക്കുമ്പോൾ പിടിക്കാം. നമ്മളിവിടെ ടിൻ ഷീറ്റ് ഇട്ടിട്ട് ഇവിടെ അടുപ്പ് കൂട്ടിയിട്ട് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ്. മണിയണ്ണൻ അതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കിടു, നീ ഇവിടെ എല്ലാം ബലൂണ് പൊട്ടിച്ചിട്ടൊക്കെ നിന്ന് പെറുക്കിക്കാം മക്കളെ. ഓ എൻ്റെ പൊന്ന് പറഞ്ഞു കേട്ടോ. ശരി അപ്പം എന്നാ. ഇതൊരു തങ്കക്കുടവാണ് ഇത്. ഫോണും ഒന്നും വേണ്ട കുഞ്ഞിന് കളിക്കാൻ. എല്ലാം പണിയും ചെയ്യുന്നൊരു കുഞ്ഞാ. നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ട് ഇത്ര അനുസരണയുള്ള കൊച്ച്? ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ഇടണേ. അല്ലേ, എല്ലാവരും കമൻറ്റ് ഇടണം. കിടു എന്ത് സൂപ്പറാന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അല്ലേ കിടു? കിടു സൂപ്പറല്ലേ? ആത്മാർത്ഥതയുള്ളൊരു കൊച്ച്. നീ മേശപ്പുറത്ത് കൂട്ടി അപ്പം എടുത്ത് കളഞ്ഞോളാം കേട്ടോ. ആണോ? ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിടണേ അടുക്കളയില്. അതെ, ഞങ്ങളിങ്ങനെയൊക്കെയാ അച്ചാറിടാനുള്ള. ഞങ്ങളിങ്ങനെ 11 മണിക്കോ 12 മണിക്കോ 2 മണിക്കോ ഒന്നും എണ്ണീറ്റാ കുഴപ്പമില്ല. നമ്മൾ എണ്ണീറ്റ് നമ്മളെ വിളി തുടങ്ങും. അങ്ങനെ വേണമല്ലോ. കാരണവന്മാർ ആദ്യം എണ്ണിക്കണ്ടേ? ഏറ്റവും രസം പ്രായം അനുസരിച്ച് അമ്മച്ചി എണ്ണിക്കണ്ടേ? പറ്റുവാ മഞ്ചാടി മാളും കരയുന്ന അവളുമാർ അധികാരത്തോടെ കരയും. അല്ല, പാത്തു ഇപ്പം എല്ലാ പിള്ളേരും എടുത്തേക്കും കേട്ടോ. ഇത് കോക്ക പാൽ കൊടുക്കാൻ ചെന്നപ്പോൾ കോക്കോയെ ഓടിച്ചു വിട്ട്. അത് ഭയങ്കര രസമാണ്. കമത്തി വെച്ച് പൊട്ടിച്ച് കുളിച്ച് പൊടിയൊക്കെ ചെയ്ത് വെച്ചേക്കുന്നൊക്കെ. അമ്മണിക്കുട്ടൻ അണ്ണാനിയുടെ പേരങ്ങനെ മാറ്റി പിണക്കൻ. ദേവുവിന് സന്തോഷമായി. എന്ത് വെട്ടം? ആ, വെട്ടം ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഇപ്പം തൽക്കാലം വീഡിയോയുടെ വെട്ടമേ ഉള്ളൂ. അടിപൊളി അച്ചാറിടുന്നത് അച്ചാച്ചി ഇടുന്നത്. അക്കാര്യത്തിൽ ഞങ്ങൾ അച്ചാച്ചി അംഗീകരിച്ചു. ഇന്ന് പായസം വെച്ചത് അടിപൊളിയായിരുന്നു. കൈപ്പുണ്യ. പക്ഷെ ഇതെങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നുള്ള ഡിമാൻഡും ഒരു അഹങ്കാരം. ഈ 65 വയസ്സിലാണ് എനിക്ക് നിന്റെയൊക്കെ അംഗീകാരം വേണ്ടി. അയ്യട്ടാ. എന്നിട്ട് അച്ചാറെടുത്ത് അവിടെ ഷെൽഫിൽ കൊണ്ട് വെച്ചേക്കുവാ. 10 തവണ ചോദിച്ചു എന്നോട് അച്ചാറ് കൊള്ളാവോന്ന്. ഞാൻ കശ്മീരായിരുന്നപ്പോ ചേച്ചി അച്ചാറിട്ട കഥ എത്ര തവണ എന്നോട് വിളിച്ചു പറഞ്ഞു. അല്ല, സൂപ്പർ അച്ചാറാന്ന്. അത് കറക്റ്റ് ടൈമിനാ മാങ്ങാൻ കിട്ടി. അത് ഞാൻ തന്നെ മൂട്ടിച്ച് കൊണ്ടുവന്നു. എന്തിനാ പറയുന്നത്? വേറൊരാൾ അയ്യത്ത് നിൽക്കുന്നു, അവിടെ ആൾത്താമസമൊന്നുള്ളതല്ല. പിന്നെ ഇത് പറിക്കാൻ പറഞ്ഞു. അപ്പം തൊട്ട് 50 ടണ്ണുണ്ട്, അവിടെ നിന്നുണ്ട്, പിക്കപ്പിന് കൊണ്ടുവരാം, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു മാങ്ങായും പിന്നെ വന്നില്ല. പിന്നെ ഞാൻ കണ്ടുവച്ചത് പറിക്കാൻ ആരും ഇല്ലായിരുന്നു. പുറകോട്ട് നോക്കിയ ചേച്ചി സുലമയൊന്നു. സാധാരണ സുലമയൊന്നുമില്ല ഇങ്ങനെ നിൽക്കുന്നേ. ആണ്. ഇനി ഇറങ്ങി വാ അമ്മ. എന്താ ഇവിടെ നടക്കുന്നതെന്നറിയാലോ. കച്ചോടി KPSC പോലെ നിങ്ങളിത് പൊട്ടിക്കും. ഞാൻ പോയി ഫ്രഷ് കരിയായിട്ട് എടുക്കുന്നുണ്ട്. എന്നെ തന്നെ വിടണം. അതൊന്ന് പോയി ഓടിച്ചോണ്ടിരാൻ പറഞ്ഞാൽ ഒരുപാട് കഥ വരും. അതുകൊണ്ട് നിങ്ങൾ അടുത്ത വർഷം വിടാം. അത് ഗ്യാസ് വന്നു കൈ മണപ്പിച്ച് അവൻ്റെ കൈ വെളുത്തുള്ളിയുടെ മണം. അയ്യോ കേട്ടോ, പ്രതികരിച്ചവൻ. 1 വയസ്സായവൻ, അവന് പ്രതികാര ശേഷിയുണ്ട്. പോയിട്ടോ. ഞാൻ എഡിറ്റ് ചെയ്യുവാണല്ലോ, നീ വെറുതെ ഇരിക്കുവാണല്ലോ. ഞാൻ എഡിറ്റ് ചെയ്യുക. ദേവുവിനെ ഏൽപ്പിക്കാം. നിങ്ങൾ തമ്മിലാകുമ്പോൾ ചേരുമായിരിക്കും. എവിടെ നീ പോകുന്ന? പരീക്ഷ കഴിഞ്ഞോ? ഉള്ളതാണോ? സത്യമാണോ? നല്ല കാര്യം. പോട്ടോ. ബൈക്കിനാ വന്നേ? സ്കൂട്ടിക്ക് പോന്നപ്പോ? സ്കൂട്ടിക്കാണ് പോകും. എവളുണ്ടല്ലോ കിടു ഇരുന്നോളൂ. അതവള് അണ്ണാണ് ഇപ്പോഴും അറിഞ്ഞതേ ഉള്ളൂ. അല്ല, കിടുവിനെ അവള് പിടിച്ചോളൂല്ലോ. ഇടയ്ക്ക് കിടു കാരണം ഫ്രണ്ട് ഇരുന്ന ഉറങ്ങിപ്പോകുമ്പോൾ അവനെ പിടിക്കണമെന്ന് പറഞ്ഞാൽ അവ സീറ്റേ ഇരുന്നോളും, കൈ വെച്ച് പിടിക്കണം. അങ്ങനെ അച്ചാച്ചി അച്ചാറിടാൻ പോവുകയാണ്. അച്ചാച്ചി കൊരണ്ടി എടുത്തോണ്ട് കൊടു മക്കളെ. എൻ്റെ പൊന്നും കൂടെ നോക്കട്ടെ. അമ്മണിക്കുട്ടനായ നോക്കട്ടെ. എന്തൊരു സുന്ദരനാ.
മറ്റേ കുറച്ച് ഞാൻ എടുത്തോളാം. ചേച്ചി അത് കടുകണ്ണയല്ലേ? ആ സാറില്ല, അത് മിക്സാ. ശരി, പിന്നെ കടയിലത് കിട്ടാൻ നല്ലതായിരുന്നു. അവിടെ ഇപ്പോൾ അത് കറിവേപ്പില, വെളുത്തുള്ളി. ജാൻമണി, ഞങ്ങൾ കഞ്ഞിയും കറിയും കളിക്കത്തില്ല, ഞാനും മുത്തും കൂടെ. സെയിം സിസ്റ്റമാ. ദേ അമ്മയും കുഞ്ഞും. ടേസ്റ്റ് ഓക്കെയാ. കായ ഇട്ടല്ലേ? ഇനി ഇടാനാ? ഇട്ടു, അറിയാം. നല്ല ചേച്ചിക്ക് പുറത്തിങ്ങനെ ഒരു മേമ്പൊടി ചാലിച്ചില്ലെങ്കിൽ ആ ഇളക്കുന്നതിനൊരു കണക്കുണ്ടെന്നല്ലേ? ഇടത്തോട്ടൊന്ന് വലത്തോട്ടൊന്ന്. ആഹാ, ആരെ വാ. കറക്റ്റാ, കറക്റ്റ്. നല്ല മീൻകറി അല്ലേ? ആ, നല്ല കയ്പോ? മാങ്ങയുടെ ഇതിടുമ്പോ കറക്റ്റാ. അല്ല, അതിലുണ്ടല്ലോ, നോക്ക ഉപ്പ് ലാസ്റ്റ് ഇട്ടാ വാങ്ങി വെക്കണേ. തിരികെ വേണം. മാങ്ങ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മാങ്ങ ഇടുന്ന ആൾ, ഗ്യാപ്പിൽ വീഡിയോ എടുക്കുന്ന ആൾ, മറ്റൊരു സഹായി ചേച്ചി. അതെ അതെ, ഏതോ മാവേന്ന് പോയി. ആ, മണിയന്റെ വീട്ടിൽ നിന്ന് കുറച്ചല്ലേ? അനുവാദം തന്നു, പക്ഷെ പറിക്കാൻ മാങ്ങ എപ്പോഴത്തേക്ക് വളർന്നുപോയി. ആറ്റുതീരത്തായതുകൊണ്ട് വെള്ളത്തിൽ വീഴുന്നത് കൊണ്ടും ഞങ്ങൾ മുന്നിലൊക്കെ പുറകിയത്. അപ്പോൾ ഇച്ചിരി വലുതായി പോയി. അത് പോയി, അത് പോട്ടെ, പോയതൊക്കെ പോട്ടെ. പോയ സമയയുടെ ആവശ്യമില്ല. മതിയോ ചേച്ചി? വിനാഗിരി വീഴും. നീ ഇട വിനാഗിരി ഒഴിക്കുവാണീ? അത് ഒഴിക്കും. അത് ലാസ്റ്റ് ഇതിപ്പോൾ ഇതൊന്ന് പിടിക്കാൻ പറ്റും. അത് മറ്റേ വിനാഗിരി കയറാതെ മസാല ഇതൊന്ന് പിടിക്കട്ടെ. മുട്ടയച്ചാറാന്ന് തോന്നിയാലും ഈ അച്ചാറിന് ഭയങ്കര ടേസ്റ്റാണ്. കിടു അകത്ത് സുലമ്മയുടെ സീരിയൽ കാണുന്നു. ഇതപ്പം തണുത്തിട്ട് ലാസ്റ്റാണ് വിനാഗിരി ഒഴിക്കുന്നത്. അത് അതിൽ വിനാഗിരി ഉണ്ട്, ആ വിനാഗിരിയാണ് ഇതിലോട്ട് ഒഴിക്കുന്നത്. അത് ഏത് ഭരണിയിലോട്ടാണോ ഇട്ട് വെക്കുന്നത് അന്നേരമേ വിനാഗിരി ഒഴിക്കത്തുള്ളൂ ചേച്ചി. ഞാനാണ് ചെറിയ ചൂടിലങ്ങ് ഒഴിക്കും. പക്ഷെ ഞാൻ വെച്ചാലും അച്ചാർ അടിപൊളിയാണ്. അച്ചാറിന്റെ പാത്രം വെച്ചാലോ? അല്ല, നമ്മുടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതിനകത്ത് നിന്ന് പകുതി മാറ്റിയിട്ടേ ഇത് അതിനകത്ത് എന്നാ ഇച്ചിരി കഴിഞ്ഞ് അങ്ങനെ ചെയ്യാം. ആ മാങ്ങ കുറച്ചങ്ങ് മാറ്റാ ചേച്ചി. അല്ല, നമ്മൾ മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ പാത്രത്തിലോട്ട് കുറച്ച് അതിൽ 4 മാങ്ങ പോലും കൊള്ളൂല. അല്ല, എല്ലാ കറിയും ചേച്ചി വെക്കുന്ന നല്ല ടേസ്റ്റാ. പക്ഷെ ഏതോ ഒരു മീൻകറി അടുക്കി പിടിപ്പിച്ചായിരുന്നു. അത് ഏതായിരുന്നു? ഏതോ ഒരു പുഴമീൻ, എന്തോ ഒരു സംഭവം. പക്ഷെ ബാക്കിയെല്ലാം സൂപ്പർ ടേസ്റ്റാണ്. കുഞ്ഞ് 2-3 വാങ്ങാൻ പറഞ്ഞു. കടുക് ചതച്ച് ചേർത്തിട്ടുണ്ട്. ഇത് ചാറായി വിനാഗിരി ഒഴിച്ചപ്പോഴല്ലേ? 2 ദിവസം കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ മാറ്റാനുള്ള മാങ്ങ കിട്ടാനും അടുമാങ്ങ ഉണ്ടല്ലോ, പൈസ എളുപ്പമുണ്ടാകും. എന്ത് ചെയ്യാം, മാങ്ങ സമയത്തിന് കിട്ടിയില്ല, പറിക്കാനുള്ള കിട്ടിയില്ല. അതുകൊണ്ട് ഇച്ചിരി വലിയ മാങ്ങ, മുളക് പൊടി അതൊക്കെ ഉണ്ടായിരുന്നു. വിനാഗിരി കുറച്ച് ചേർത്തതാ കേട്ടോ. ഇനി ഭരണിയിലോട്ട് വിനാഗിരി ചേർക്കാം. ഈ ഉപ്പിലിട്ട് വെച്ചേക്കുന്നത് വിനാഗിരി ചേർത്ത് തന്നെ. വെള്ളം കാണും, വെള്ളം നനഞ്ഞൊരു സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം തൊട്ടാ പോയി. നല്ല നല്ല അടിപൊളി അച്ചാറ്. നല്ല സൂപ്പർ അച്ചാർ ഇരിക്കുന്ന കണ്ട. ഉണ്ടാക്കുമ്പോൾ ഒരു ലുക്കില്ലെങ്കിൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, എത്ര ചോറ് വേണമെങ്കിലും പോവും. ഉറക്കത്തെ എണ്ണീറ്റ് കിടക്കുന്നു നോക്കി. എന്ത് വന്നേ? എന്താ കളെ?
കൈയൊക്കെ വെച്ചേക്കുന്നു നോക്കി കെട്ടി പിടിച്ച് കിടക്കുന്നു.